ഇപ്പോൾ കിട്ടുമെന്ന് കരുതിയ ഒരു സാധനം പൊട്ടിത്തകർന്നു വീണു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതിലേക്കാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിർമ്മാണ പ്രവൃത്തിക്കിടെ പാലം തകർന്നു വീണു. തോരായിക്കടവ് പാലത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പാലം ഇതാ തകർന്നു കിടക്കുകയാണല്ലോ വെള്ളത്തിൽ. എന്ത് പറ്റി? ആരാണ് ഈ കരാറുകാരൻ രഞ്ജിത്ത്? സുജിയ, TMR കൺസ്ട്രക്ഷൻസ് ആണ് ഇപ്പോൾ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ തുടരുകയായിരുന്നു. കോൺക്രീറ്റ് വർക്ക് നടക്കുന്നതിനിടയ്ക്കാണ് ബീം തകർന്നത്. ഒന്നുകിൽ അതിന്റെ ഭാരം കൂടി ആ ബീം തകരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവൃത്തിയിലോ മറ്റെന്തെങ്കിലും അപാകത കൊണ്ട് തകർന്നു വീണായിരിക്കണം. കോൺക്രീറ്റിന്റെ ബലക്ഷയം കൊണ്ട് തകർന്നു വീണായിരിക്കണം. പാലം പണി ഏകദേശം 1.5 വർഷത്തോളമായി തുടങ്ങിയിട്ട് അതിന്റെ ഏകദേശം മധ്യഭാഗത്ത് എത്തി നിൽക്കുകയാണ്. ആ പാലം പണി പൂർത്തിയാവാൻ ഇനി കുറച്ചുകൂടി പണി മാത്രമാണ് ബാക്കിയുള്ളത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചാണ് കൊയിലാണ്ടി ഈ തോരായിക്കടവിലെ പാലം ഈ പൂക്കാട് ഭാഗത്ത് നിന്ന് അത്തോളി ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ബൈപ്പാസ് കൂടിയാണ്. ആ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി കിഫ്ബി ഫണ്ടിൽ കഴിഞ്ഞ 1.5 വർഷമായി പുരോഗമിക്കുന്നതാണ്. ആ നിർമ്മാണ പ്രവൃത്തിയിലാണ് ഇപ്പോൾ അപകടം ഉണ്ടാകുമോ? TMR മറ്റു പലയിടത്തും പാലം പണിയുന്നുണ്ടല്ലോ രഞ്ജിത്ത്. തീർച്ചയായിട്ടും അതിന്റെ നടപടികളൊക്കെ സംഭവിക്കേണ്ടതാണ്. കാരണം അല്പസമയം മുമ്പാണ് ഇപ്പോൾ പാലം തകർന്നു വീണത്. സ്വാഭാവികമായിട്ട് ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ സംഭവിക്കും. എന്താണ് അപാകത സംഭവിച്ചത്? പാലം പണിക്കിടെ, നിർമ്മാണ പ്രവർത്തിക്കിടെ തകർന്നു വീഴാനുള്ള കാരണം എന്താണ്? കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ ഭീമ തകർന്നു പോയിരിക്കുന്നത്. അങ്ങനെ ഭീമ തകർന്നു വീഴുന്ന രീതിയിലേക്ക് ഉള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണോ നടന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപാകതയാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷം സ്വാഭാവികമായിട്ടും കരാർ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പൊതുമരാമത്ത് വകുപ്പ് നേരിട്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ അഭിമാനത്തോടെ പറഞ്ഞതാണ് 150 പാലങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് നല്ല പാലങ്ങൾ പണിത് പാലങ്ങളിലൂടെ കണക്ടിവിറ്റി കൂട്ടി എന്നൊക്കെ അഭിമാനിക്കുന്നതിനിടയിലാണ് തോരായിക്കടവിൽ ദാ കിടക്കുന്നു വെള്ളത്തിൽ എന്ന മട്ടിൽ ആ ബീം കിടക്കുന്നത്. അപ്പോൾ ഇതിലൊരു അന്വേഷണം വേണ്ടേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും വേണം. കാരണം ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ഈ പാലം എന്ന് പറയുന്നത് നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. തോരായിക്കടവിലെ പാലം എന്ന് പറയുന്നത് ആ ആവശ്യത്തിന്റെ തോരായിക്കടവ് പാലം അത്യാവശ്യമായിരുന്ന ഈ പാലത്തിന്റെ പണിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അജയ് ബോസ് ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. ശ്രീ അജയ് ബോസ്, താങ്കൾ അടുത്ത് താമസിക്കുന്ന ആളാണോ? എങ്ങനെയാണ് ഈ പാലം തകർന്നു വീണത്? ഇങ്ങനെയൊക്കെയാണോ പാലം നിർമ്മിക്കുന്നത് എന്ന ചോദ്യമാണ് ഈ ദൃശ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ യാതൊരുവിധ അവരുടെ സ്വന്തം ജീവനക്കാരുടെ സുരക്ഷ പോലും നോക്കാതെ, അല്ലെങ്കിൽ പാലം നിർമ്മിതമായാൽ അതിലൂടെ സഞ്ചരിക്കേണ്ട യാത്രക്കാരുടെ സുരക്ഷത്വം നോക്കാതെ ഒരു കരാർ പെട്ടെന്ന് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു പണിയായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങളിവിടെ പാലത്തിന്റെ ഭീമങ്ങൾ പലതും ഇങ്ങനെ വാർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത് പ്രധാനപ്പെട്ട നടുവിലെ ഭാഗത്താണ്, ഇപ്പോൾ പാലത്തിന്റെ സെന്ററായിട്ട് വരുന്ന ഭാഗത്താണ് പാലത്തിന്റെ ഭീമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തകർന്നു വീണിട്ടുള്ളത്. ഇവരിപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട NGOമാരൊക്കെ പറയുന്നത് പാലത്തിന്റെ ക്ലിപ്പ് കുടുങ്ങായിട്ടാണ്. ആ രീതിയിലുള്ള മുടന്തൻ ന്യായങ്ങളാണ് ഇവർ പറയുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ പറയുന്നത് ഇത്രയധികം കോടിക്കണക്കിന് രൂപ വകയിരുത്തി നടത്തിയ പണി ഒരു കൃത്യമായി ഇവർ പറഞ്ഞ മുടന്തൻ ന്യായങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് നാട്ടുകാരിപ്പോ ഇവിടെ രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഇവിടെ കൂടി പണി തടഞ്ഞു നിർത്തിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഭീമ വാർത്തുകൊണ്ടിരിക്കുമ്പോൾ സെൻട്രൽ ഭാഗം മൊത്തമായിട്ട് അടർന്ന് താഴോട്ട് വീണിരിക്കുന്ന അവസ്ഥയാണ്. ഇതിന്റെ അവരെ ജോലിക്കാർ, ഈ TMR കൺസ്ട്രക്ഷന്റെ ജോലിക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ദുരന്ത മുഖം തന്നെ ഉണ്ടാവുന്ന സാഹചര്യം എന്തോ ഭാഗ്യത്തിന്റെ പേരിലാണ് രക്ഷപ്പെട്ടത്. എന്തായാലും ഈ പാലം പണിയുന്നതിനിടയിൽ ഇത് തകർന്നു വീണത് അതൊരു ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ബാക്കി ഭാഗങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇക്കാര്യത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന് എന്താണ് പറയാനുള്ളത് എന്നതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കൊയിലാണ്ടിയിൽ പാലം തകർന്നു വീണിരിക്കുകയാണ്. പാലത്തിന്റെ ബീം തകർന്നു വീണതിൽ കരാറുകാരനെതിരെ നടപടി എടുക്കുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ തുടർ പ്രതികരണങ്ങൾക്കായി നമുക്ക് വീണ്ടും എത്താം ഈ വാർത്തയിലേക്ക്.